ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, വിളിച്ചില്ല. ഇതിൽ അത്യാവശ്യമുള്ള കാര്യമല്ല. ഇതൊക്കെ അത്ര വലിയൊരു കേസാണോ സാർ? ചുമ്മാ ഇത്രയും ബലം പിടിക്കാൻ? എത്ര കൊമ്പ് വെച്ച പോലീസുകാരനാണ്, രാഷ്ട്രീയക്കാരൻ, അതും ഭരണപക്ഷമാണ്. ഒരു ബഹുമാനമൊക്കെ കാണിക്കും. ഇപ്പൊ സാറിന് ഒരു ട്രാൻസ്ഫറിന്റെ ആവശ്യമൊക്കെ വന്ന് ഞങ്ങളൊക്കെ തന്നെ വേണ്ടേ എന്ന് പറഞ്ഞത് സാറിനെ സ്ഥലം മാറ്റിക്കളയും എന്നൊന്നും അല്ല. പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ? ബോധം നിനക്ക് വേണം. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും കുറെ. എടാ, പോസ്റ്റ് ഗ്രാജുവേഷനും എംഫിലും കഴിഞ്ഞ കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ. ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ എസ് ഐ ടെസ്റ്റ് എഴുതി 1ാം റാങ്ക് മേടിച്ച് ഈ പഠിച്ചു വന്നതേ. നിന്നെപ്പോൾ ഊലാമ്പികൾക്ക് ചെറുക്കാനല്ല. ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ്. നിങ്ങളുടെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായവരെ മുഴുവൻ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നു. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ. എന്റെ കഥയും എന്റെ പ്രതികാരവും എല്ലാം എന്റെ സ്വകാര്യതയാണ്. ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസ്. നിങ്ങളുടെ ദുരവസ്ഥ അവിടം വരെ പോയ സ്ഥിതിക്ക് നീ ആ കല്യാണം കൂടെ കൂടിയേച്ചിങ് പോകുന്നതാണ്. ഹലോ, ഈ ബോർഡും തുടക്കണമല്ലോ. എന്താ നിനക്ക് കയ്യില്ലേ? സാറിന് വിളിക്കുന്ന ഇവിടുത്തെ ഒരു സമ്പ്രദായം. അത് ചോദിച്ചു വാങ്ങുന്നവരെ ബഹുമാനിക്ക് ഇച്ചിരി പാടാം. നീ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ബഹുമാനിക്കണം. നേരെ ഓടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ചേട്ടാ. കടത്താരത്തി പോയി കളിക്കടാ ചെത്തിനെ. അതിന് നിന്റെ തന്ത ഇവിടെ ഇരിക്കുന്നത്. ഹലോ, ഏതൊരു പ്രശ്നത്തിനും ഒരു റീസൺ ഉണ്ടാവുമല്ലോ കൊച്ചെ. അങ്ങനെ നോക്കുമ്പോ അവന്മാര് ദീപക്കേട്ടനെ പേടിപ്പിച്ചോണ്ടല്ലേ ദീപക്കേട്ടൻ പേടിച്ചു പോയത്. അപ്പൊ അവന്മാരോടല്ലേ നമുക്ക് ദേഷ്യം തോന്നണ്ടേ, ദീപക്കേട്ടനോടല്ലല്ലോ അല്ലേ? കൊച്ചിനിപ്പോ തോന്നുന്നത് അവന്റെ തലടിച്ചു പൊട്ടിക്കാനല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഏതൊരു പ്രശ്നത്തിനും ഒരു റീസൺ ഉണ്ടാവുമല്ലോ കൊച്ചെ. അങ്ങനെ നോക്കുമ്പോ അവന്മാര് ദീപക്കേട്ടനെ പേടിപ്പിച്ചോണ്ടല്ലേ ദീപക്കേട്ടൻ പേടിച്ചു പോയത്. അപ്പൊ അവന്മാരോടല്ലേ നമുക്ക് ദേഷ്യം തോന്നണ്ടേ, ദീപക്കേട്ടൻ